ശാന്തസുന്ദരമായ എൻ്റെ ഒരു അമ്പല ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്. കാരണം രാവിലെ എണീക്കുക, കുളിക്കുക, നേരെ അമ്പലത്തിൽ പോവുക, ദേവിക്കും ദേവനുള്ള അഭിഷേകം കഴിയുക, മലനേദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് ദീപാരനയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വരും നേദ്യമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. ആ സമയത്താണ് നമ്മൾ ഇതേപോലുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത്. ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമും അതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ക്രീമൊക്കെ ചെയ്തിട്ട് ഒരു സെൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ഞപ്പൊടി നാരങ്ങ വെള്ളമാണ്. ആരും വിചാരിക്കേണ്ട ഓറഞ്ച് ജ്യൂസ് അല്ല. അത് കഴിയുമ്പോൾ പൂജയ്ക്ക് ടൈമാവും. നേരെ അമ്പലത്തിലേക്ക് പോവുക. എന്നിട്ട് അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കായിട്ടുള്ള എല്ലാ ദൈവമാർക്കുമുള്ള നേദ്യങ്ങളൊക്കെ പൗത്ത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞൊരു ചന്ദനക്കുറി. സുന്ദരനായിട്ടില്ലേ ഞാൻ. അതിനുശേഷം ദേവിക്ക് പൂജ കഴിക്കാൻ വേണ്ടി കയറി. ഇന്ന് വലിയ ആളില്ലാത്തതുകൊണ്ട് ഇതാണ് അവസ്ഥ. ചില ദിവസങ്ങളിൽ ഞാനും അവനെ മാത്രമേ കാണത്തുള്ളൂ. ആളുണ്ടെങ്കിൽ നല്ല തിരക്കും കാണും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സ്ഥിരം പരിപാടികൾ. പിന്നെ നേരെ പോകുന്നത് സർപ്പക്കാവിലേക്കാണ്. ആയില്യം കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഇച്ചിരി പടിയാണ്. കാരണം നമ്മൾ ഈ മഞ്ഞപ്പൊടിയൊക്കെ അല്ലേ, അപ്പം നമ്മുടെ മുണ്ടിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ. അപ്പം സർപ്പക്കാവിലെ ക്ലീനൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി നേരെ ദേവിയുടെ നടയടച്ച് നമ്മൾ ഇറങ്ങി നമ്മുടെ ദക്ഷിണയൊക്കെ പറക്കി കൂട്ടി നേരെ വീണ്ടും നമ്മൾ മഠത്തിലേക്ക് വരുമ്പം വെള്ളയും പായസവും കൂട്ടി ഒരു ചെറിയ തീറ്റ. തീറ്റ ഇത് മാത്രം വിചാരം. പിന്നെ നമ്മളൊരു ഫേസ് പാക്കിൽ പോലെ ഇട്ടിട്ട് ഫേസൊക്കെ കഴുകി നേരെ ഒരു കോസ്റ്റ്യൂം മാറി തക്കാളി ഉള്ളിയൊക്കെ ഇട്ടൊടിച്ച് അരിഞ്ഞുകൂട്ടി കറി. തക്കാളി കാരണം കണ്ണുകരഞ്ഞാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ കറി. വലിയ കറികളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. പിന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അത് കഴിഞ്ഞ് പോയിട്ട് വരിക, വീണ്ടും വെള്ളം കുടിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി.